ബസ്സിലെ ലൈംഗിക അതിക്രമം. കർണത്തടിച്ച് പെൺകുട്ടി, കണ്ണടിച്ച് സഹയാത്രികർ. അതിങ്ങനെ തന്നെയൊക്കെ വേണം. വീട്ടിലുള്ള ഏതെങ്കിലും പെണ്ണിനോ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ മോൾക്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതിക്രമം ഉണ്ടായാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. ബസ്സിൽ വെച്ച് അങ്ങനെയൊക്കെ ഒരു എങ്ങനെയെങ്കിലും ഇൻസിഡൻറ്റ്, അത് ആ പെൺകുട്ടി ആരും ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള ഓരോ സ്ത്രീകളെ പോലെ, അതായത് നമ്മുടെ ഭാര്യയായിരിക്കാം, മകളായിരിക്കാം, സഹോദരി ആയിരിക്കാം, അങ്ങനെ ഒരുപോലെ കരുതി നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ പോയി പ്രതികരിച്ചോളാം. കാരണത്തിൻ്റെ അല്ല കൊടുത്തത്. ആ ബസ്സിലൊക്കെ സമ്പാദിൻ്റെ കേസൊക്കെ വന്നപ്പോൾ കണ്ടക്ടറൊക്കെ നേരിട്ട് ഇടപെടുന്നത്. ചില സീൻ ഇതുപോലെ കുറേ അതിക്രമമാണ്. ഏതൊരു യൂട്യൂബർ എൻ്റെ സഹോദരനെ ഇങ്ങനെ പിടിച്ച് തോണ്ടിന് കർണത്തടിച്ചപ്പോൾ കണ്ടക്ടറൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ യാത്രക്കാർ ചുമ്മാ ഒന്നും നോക്കില്ല, ഒന്നും രീതിയിലില്ലാത്ത പോലെ പോവുകയാണ്. അതൊന്നും പാടില്ല. അപ്പോൾ ആ മറ്റേ സമ്പാദിൻ്റെ കേസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ അവിടുത്തെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ എടുത്ത് കാണിച്ച ധൈര്യം അതുപോലെ ആകണം. തീർച്ചയായിട്ടും അങ്ങനെ ആകണം. ഇനി അഥവാ ആണുങ്ങളതിന് ചിലർ അങ്ങനെ ഉണ്ട്. ഈ മെൻസ് കമ്മീഷൻ ആരോപിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പെടുത്താൻ വേണ്ടി, ആൺകുട്ടികളെ പെടുത്താൻ. അങ്ങനെയാണെങ്കിൽ പോലും സത്യാവസ്ഥ അറിഞ്ഞ് ആരുടെ ഭാഗത്താണോ അവർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യണം. വേണമെങ്കിൽ രണ്ടും പൊട്ടിച്ചേരുകയും ചെയ്തില്ല. ഇര അനുഭവിച്ച ആളെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ള രീതികൾക്കെതിരെ കണ്ണടയ്ക്കരുത്. കാരണം നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മളെങ്ങനെ പ്രതികരിക്കും, ആ രീതിയിൽ തന്നെ പ്രതികരിച്ചോളാം.